आप सबका स्वागत है। आज हम 11वीं कक्षा की हिंदी पाठ्य पुस्तक का तीसरा यूनिट का पहला पाठ का अध्ययन करने जा रहे हैं। पाठ का नाम है आनंद की फुलझड़ियाँ। आनंद गोपाल शेवड़े द्वारा लिखित एक निबंध है आनंद की फुलझड़ियाँ। पिछली कक्षा में हम इसका कुछ भाग का अध्ययन किया था। आज हम इसका ബാക്കി ഭാഗം का अध्ययन करने जा रहे हैं. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന ഈ നിബന്ധത്തിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ ആദ്യത്തെ ഭാഗം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുകയുള്ളൂ. ओके ओके चलिए शुरू करें हमारी क्लास. देखिए, अपने काम से एक बार मुंबई जा रहा था. തൻ്റെ ജോലിയുമായിട്ട് ഒരു തവണ മുംബൈയിലേക്ക് പോവുകയായിരുന്നു. लड़ाई के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी. യുദ്ധം കാരണം കമ്പനി വാഹനങ്ങളുടെ സംഖ്യ വളരെ കുറച്ചിരുന്നു. इसलिए भीड़ खूब रहती थी. അതുകൊണ്ട് ആൾക്കൂട്ടം വളരെ കൂടുതലായിരുന്നു. टिकट लेने के लिए ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി ബക്കായത ചീന ചപടി ഹോത്തി ഥി. നിയമം ലംഘിച്ച്, അതാണ് ബക്കായത, നിയമം ലംഘിച്ച് ചീന ചപടി ഹോത്തി ഥി, വഴക്കിടലൊക്കെ നടന്നുകൊണ്ടിരുന്നു. കിഡ്കി കെ പാസ് ഭീഡ് ലഗി ഹുയി ഥി. ജനലിൻ്റെ അടുക്കൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ടിക്കറ്റ് ബാബു ബേച്ചാരെ പരേശാനി സെ ടിക്കറ്റ് ബനാത്തെ ജാത്തേ ഥേ. ടിക്കറ്റ് ബാബു, ടിക്കറ്റ് നൽകുന്ന വ്യക്തി, ബേച്ചാരെ പാവം, പരേശാനി സെ വളരെ ബുദ്ധിമുട്ടോടെ ടിക്കറ്റ് ബനാത്തെ ജാത്തേ ഥേ, ടിക്കറ്റ് നൽകിക്കൊണ്ടേയിരുന്നു. ലേക്കിൻ എന്നാൽ ഉസ് ചോട്ടി സി കിഡ്കിമേം, ആ ചെറിയ ജനലിൽ, ആ ചെറിയ വാതിലിൽ, ന ജാനെ കിത്തനെ ഹാത്ത് കുസ് രഹേദേ, അറിയില്ലായിരുന്നു എത്ര കൈകളാണ് പ്രവേശിച്ചു കൊണ്ടിരുന്നത്, എത്ര പേരാണ് തിക്കും തിരക്കും നടത്തിക്കൊണ്ടിരുന്നത്. അവർ ന ജാനെ, അറിയില്ലായിരുന്നു, കിത്തനി ആവാസേം ആ രഹീദി, എത്ര ശബ്ദമാണ് വന്നുകൊണ്ടിരുന്നതെന്ന്. ദോ ടിക്കറ്റ് അമരാവതി, 2 ടിക്കറ്റ് അമരാവതിക്ക്. ബാബു സാട്ടേ തീൻ അഗോല, 3.5 അഗോല. ജൽദി തന, വേഗം താ. അരെ ഗാഡി തോ ഛൂട്ടി ജാ രഹി ഹെ, വണ്ടി താണ്ടെ വിട്ടു പോകാൻ പോകുന്നു. ബാബു നാസിക്കായ്ക്ക് ടിക്കറ്റ്, നാസിക്കിലേക്ക് ഒരു ടിക്കറ്റ്. ഇങ്ങനെ പലതരം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ടഹരോ ടഹരോ, നിക്ക് നിക്ക്. ടിക്കറ്റ് ബാബു കഹത്തെ ജാ രഹേ ഥേ, ടിക്കറ്റ് ബാബു പറയുന്നുണ്ടായിരുന്നു. അവർ പസീന പോഞ്ചത്തെ പോഞ്ചത്തെ, വിയർപ്പ് തുടച്ചുകൊണ്ട്, ഏക് ഏക് ആത്മീക്കു, ഓരോരോ ആളുകളെയും, നിപടാത്തെ ജാ രഹേ ഥേ, പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു. അവർ ഉദർ ഗാഡി ആനേക്ക വക്ത് ഹോ രഹാ ഥാ, അവിടെയാണെങ്കിൽ ഗാഡി ആനേക്ക വക്ത് ഹോ രഹാ ഥാ, വണ്ടി വരാനുള്ള സമയവും ആയി കഴിഞ്ഞിരുന്നു. ലോകോം കാ ധീരജ് ചൂട്ടിനെ ലഗ, ആളുകളുടെ ക്ഷമ, ധീരജ് ചൂട്ടിനെ ലഗ, നശിക്കാൻ തുടങ്ങി. താനേ കശി ശുരു ഹോ ഗയി, അതായത് താനേ കശി, പരിഹാസമൊക്കെ ആരംഭിച്ചു. അരേ ഭയ്യ ദക്ഷിണ ചടാവോ, തബ് ജൽദി ടിക്കറ്റ് മിലേഗ. അരേ ഭയ്യ, അല്ലയോ സഹോദര, ദക്ഷിണ ചടാവോ, ദക്ഷിണ ചടാവോ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കൂ. ജബ് ജൽദി ടിക്കറ്റ് മിലേഗ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. കളിയാക്കുകയാണ്. ഏക്ക് പോലെ, ആരോ ഒരാൾ പറഞ്ഞു. ബഡി ഇൻഎഫിഷ്യൻസി ഹെ, ഏക്ക് സൂട്ട് പഹനെ ഹുയെ സാഹബിനെ ഫർമായ, ഒരു സൂട്ട് ധരിച്ച ഒരു സാർ, ഒരു ഓഫീസർ പറഞ്ഞു, എന്താ, വളരെ ഇൻഎഫിഷ്യൻസി ആണെന്ന്. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശികായത്ത് കരേം, തീസരേനെ ദമുഖായ, ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോട് പരാതിപ്പെടും, കംപ്ലൈൻറ്റ് കൊടുക്കും, മൂന്നാമത്തെ ആൾ ഭീഷണിപ്പെടുത്തി. ലേക്കിൻ എന്നാൽ ടിക്കറ്റ് ബാബു ഇൻ ബാത്തോങ്കോ സുന അൻസുന കർക്കെ അപ്ന കാം കർത്തേ രഹേ, എന്നാൽ ടിക്കറ്റ് ബാബു ഇതൊക്കെ കേട്ട പാതി അല്ല കേൾക്കാത്ത പാതി തൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. കഭി കഭി നാരാസ് ഹോ ജാത്തേ തോ, പലപ്പോഴും നാരാസ് ഹോ ജാത്തേ തോ, ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പനി നാരാസി, അങ്ങനെ തൻ്റെ കോപം, ദേഷ്യത്തെ, ജോ താനേ കസ് രഹേ ദേ, എന്താണോ പരിഹാസ വിഷയമായിരുന്നത് ആ ദേഷ്യത്തെ, ഉന്നെ ടിക്കറ്റ് ദേർ സെ ദേക്കർ നികാൽനെ കി കോശിഷ് കർണേ ലഗേ, ടിക്കറ്റ് വളരെ വേഗം കൊടുത്ത് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തനിക്ക് തന്നെ കളിയാക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് കൊടുക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. മൈ പാസ് ഹി കടാത, ഞാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ടിക്കറ്റിൽ എന്ന ബാക്കി ഹീത, ടിക്കറ്റ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. മൈം നെ അപ്പനെ പാസ് കെ മുസാഫിരോം സെ ധീരെ സെ കഹ, ഞാൻ എൻ്റെ അടുക്കൽ നിന്ന മുസാഫിരോം സെ, യാത്രക്കാരോട്, ധീരെ സെ കഹ, പതുക്കെ പറഞ്ഞു.
जरा ठहरिए भाई साहब, ഒന്ന് നിക്ക് സഹോദരന്മാരെ. देखिए बेचारा ബാബു कितना फंस रहा है. ആ പാവം എത്ര അകപ്പെട്ടിരിക്കുകയാണ് പ്രശ്നത്തില്. इस लड़ाई ने ഈ യുദ്ധം റെയിൽവേ कर्मचारियों पर റെയിൽവേ ഓഫീസർമാരില് ബേഹദ് കാം കാ ബോझ डाल दिया है. വലിയ ജോലിയുടെ ഭാരമാണ് ഇട്ടിരിക്കുന്നത്. जिसमें छोटे छोटे क्लर्कों का तो മരണ ഹേ. ഇതില് ചെറിയ ചെറിയ ക്ലർക്കുമാരുടെ മരണമാണ്. അത്രയ്ക്ക് ജോലിഭാരമാണ്. അപ്പോൾ യുദ്ധം കാരണം റെയിൽവേ ജോലിക്കാരിൽ വളരെ വലിയ ഭാരമാണ്, ജോലി ഭാരമാണുള്ളത്. ക്ലർക്കുമാരുടെയൊക്കെ മരണമാണ്, മീൻസ് അത്രയ്ക്ക് ജോലിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉസ് ഗരീബ് ടിക്കറ്റ് ബാബു പർ ഇൻ ശബ്ദോങ്ക അജീബ് അസർ പട. ആ പാവപ്പെട്ട ടിക്കറ്റ് ബാബുവിന് ഈ വാക്കുകൾ, ഇൻ ശബ്ദോങ്ക അജീബ് അസർ പട, ഈ വാക്കുകൾ വളരെ അസർ പട, സ്വാധീനിച്ചു. കുച്ച് പൂച്ചിയെ മത് ബാബു സാഹബ്, ഇങ്ങനെ ചോദിക്കരുതോ സാഹബ്. ഉസ്നെ സിർ പർ സേ ടൊപ്പി ഉതാർത്തെ ഹുയെ കഹ. അദ്ദേഹം തന്റെ തലയിൽ നിന്നും തൊപ്പി ഊരിക്കൊണ്ട് പറഞ്ഞു. ഏസി പിസായി ഹോ രഹി ഹെ കി ഹിസാബ് നഹി. ഇങ്ങനെ ഞങ്ങളായിട്ട് പൊടിക്കുന്നതിന് ഒരു കണക്കുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് ഒരു കണക്കുമില്ല. കമ്പനി സെ സ്റ്റാഫ് ബഡാനെ കെ ലിയെ കഹാ തോ, കമ്പനിയോട് സ്റ്റാഫിനെ കൂട്ടാൻ പറഞ്ഞാൽ നമയും ജവാബ് ആയ, നടക്കത്തില്ല എന്നാണ് മറുപടി വന്നത്. മഹങ്കായ് ഭത്തേക്ക് ലിയെ, മഹങ്കായ് ഭത്ത എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത, അതായത് ഡി എക്ക് വേണ്ടി ദർക്വാസ്ത് ദീത്തോ കത്തേഹൈം, അതായത് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞത് വിചാർ കരയെങ്കിൽ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്നാണ്. ബെഡി മുസീബത്ത് ഹേ, വളരെ ബുദ്ധിമുട്ടാണ്. ഖൈർ ശരി, ആപ്കോ കഹാൻ ജാനാ ഹേ ബാബു സാഹബ്, താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടത് സാർ. മുച്ചേ ഉസ്നെ ഭൗരൻ ടിക്കറ്റ് ദേ ദിയ, അദ്ദേഹം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് തന്നു. और उसी हो हल्ले में पूछा, ആ തിരക്കിനിടയിൽ, ആ കോലാഹലത്തിനിടയിൽ ചോദിച്ചു, ആപ് യഹാ രഹത്തെ ഹെ, താങ്കൾ ഇവിടെയാണോ താമസിക്കുന്നത്. മൈനെ കഹ, ഞാൻ പറഞ്ഞു ഹാ അതെ. ലൗഡ് കർ ജറൂർ ദർശൻ ദീജിയേഗ, മടങ്ങി പോകുമ്പോൾ തീർച്ചയായിട്ടും കാണണം. ഉസ്നെ വഹീം സെ നമസ്കാർ കർത്തെ ഹുയെ കഹ, അദ്ദേഹം അവിടെ നിന്ന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. और उत्साह से खटाखट टिकट काट कर भीड़ चढ़ना शुरू कर दिया. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നമസ്കാരം പറഞ്ഞു, എന്നിട്ട് വളരെ ഉത്സാഹത്തോടെ ഖടാഖട്ട് ടിക്കറ്റ് കാട്ട്കർ, വളരെ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ മുറിച്ച് ഫീഡ് ചാണ്ടന ശുരു കർ ദിയ, ആളുകളെ ഒഴിച്ചുവിടാൻ തുടങ്ങി. ചോട്ടി സി ഘടന ഹെ, വളരെ ചെറിയൊരു സംഭവമാണ്. ലേക്കിൻ ഏക്ക് സബക് സിഖാത്തി ഹെ, എന്ന വളരെ ഒരു വലിയ ഗുണപാഠം, ഒരു സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നു ഇത്. ബാത്ത് തോ സച്ച് ഥി കി, കാര്യം സത്യമായിരുന്നു. ടിക്കറ്റ് ബാബു കാ കാം ബഹുത് ബഡ് ഗയാ താ, ടിക്കറ്റ് ബാബുവിന്റെ ജോലി വളരെ കൂടിയിരുന്നു. യുദ്ധ കെ കാരൻ സഭി മഹകമോം കാ യഹി ഹാല് ഹെ, യുദ്ധം കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഒരു അവസ്ഥ തന്നെയാണ്. ജിനോനെ താനെ കസെ ഉൻകെ ഖിലാഫ് ഉസ്കാ ദിൽ കടാ ഹോ ഗയാ ഹെ, അതായത് ജിനോനെ താനെ കസെ പരിഹാസ വിഷയമാകുമ്പോഴും ഉൻകെ ഖിലാഫ് അതിനെതിരെ ഉസ്കാ ദിൽ കടാ ഹോ ഗയ, അവരുടെ മനസ്സൊക്കെ കഠിനമാകുന്നുണ്ട്. ഈ മറ്റുള്ളവരുടെ പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നത് കാരണം, ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് കാരണം ഉസ്കെ ഖിലാഫ് അതിനെതിരെ ഉസ്കാ ദിൽ കടാ ഹോ ഗയ, അതിനെതിരെ അവരുടെ മനസ്സ് വളരെ കഠിനമാവുന്നുണ്ട്. മൈനെ സഹാനുഭൂതി ദർശായിത്തോ, ഞാൻ സഹാനുഭൂതി കാണിച്ചപ്പോൾ ഉസ്കാ ഹൃദയ മോംസ ഹോ ഗയ, അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ എന്താ മോംസ ഹോ ഗയ, മോംസ ഹോ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഉരുകി മെഴുകു പോലെ ആയി എന്ന് പറയുന്നത്. അവർ ഉസ്നെ കേവൽ മുച്ചേ ഹി നഹീം, അദ്ദേഹം കേവലം എനിക്ക് മാത്രമല്ല ബൽക്കി ദൂസറോം കോ ഭി ജൽദി ജൽദി ടിക്കറ്റ് ദേനാ ശുരു കിയ, മറ്റുള്ളവർക്കും വളരെ പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിച്ചു. സഹാനുഭൂതി കെ ഉൻ ഥോഡേ സെ ശബ്ദോനെ ഉസെ നയി താകത്ത് ദി, സഹാനുഭൂതിയുടെ ആ ചെറിയ വാക്കുകൾ അദ്ദേഹത്തിന് ഒരു പുതിയ ശക്തിയാണ് നൽകിയത്. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടെന്ന് സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു പുതിയ ശക്തി ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ജോലിക്ക് അത് വളരെ സഹായകമാവുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. മേരെ ശബ്ദ മഹജ് ഉസേ കുഷ് കർണേ കെ ലിയെ നഹീം കഹേ ഗയേ, മേരെ ശബ്ദ എൻ്റെ വാക്കുകൾ മഹജ് കേവലം ഉസേ അദ്ദേഹത്തെ കുഷ് കർണേ കെ ലിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നഹീം കഹേ ഗയേ പറഞ്ഞതായിരുന്നില്ല. സച്ചേ ഹൃദയസേ നികലേതേ, യഥാർത്ഥ ഹൃദയത്തിൽ നിന്നും വന്നതായിരുന്നു. അവർ വഹു ബാബു ഭി ഉസ് സച്ചായിക്കോ സമജ് കിയ, ആ സാറും അദ്ദേഹവും ഈ ഒരു സത്യസന്ധതയെ മനസ്സിലാക്കി.
ഉസ് पर उनका तुरंत असर हुआ. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അസർ ഹുവ സ്വാധീനിച്ചു അത്. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो और मुझे क्या कीमत देनी पड़ी. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആ വാക്കിലൂടെ കുറച്ച് സ്വാന്തന അദ്ദേഹത്തിന് ലഭിച്ചു. തോ മുझे क्या कीमत देनी पड़ी, അതിന് എനിക്ക് क्या कीमत देनी पड़ी, എന്ത് വിലയാണ് നൽകേണ്ടി വന്നേ. കുച്ച് നഹി, ഒന്നുമില്ല. എനിക്ക് വല്ലതും നഷ്ടപ്പെട്ടോ, എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വന്നോ, വല്ല വിലയും നൽകേണ്ടി വന്നോ, പൈസ ചിലവുണ്ടായോ, ഒന്നും ഉണ്ടായില്ല. ഒന്നുമില്ലാതെ തന്നെ ചെറിയ ഒരു വാക്കുകളിലൂടെ അല്ലെ കുറച്ച് വാക്കുകളിലൂടെ അദ്ദേഹത്തിന് പുതിയ ഒരു ശക്തി ഉണ്ടാക്കുവാൻ, ഒരു ഉന്മേഷം ഉണ്ടാക്കുവാൻ, ജോലിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉന്മേഷം ഈ വാക്കുകൾ നൽകി. एक बार मैं बैंक में अपना हिसाब खोलने के लिए गया. ഒരു തവണ ഞാൻ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് തുറക്കുവാനായിട്ട് പോയി. ക്ലർക്ക് മുझसे സവാൽ പൂछता जाता था. ക്ലർക്ക് എന്നോട് സവാൽ പൂछता जाता था, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. और പാസ്ബുക്ക് में दर्ज करता जाता था. പാസ്ബുക്കിൽ ഓരോ കാര്യങ്ങളും ദർജ് करता था, ചേർത്തുകൊണ്ടേയിരുന്നു. मैंने देखा, ഞാൻ കണ്ടു, ഉസ്കെ അക്ഷർ ദറസൽ ബഹുത് അച്ചേ ഹേ. അദ്ദേഹത്തിൻ്റെ അക്ഷരം ദറസൽ വാസ്തവത്തിൽ ബഹുത് അച്ചേ ഹേ, വളരെ നല്ലതായിരുന്നു. മൈനെ ഫൗരൻ കഹ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ജറാ പാസ്ബുക്ക് ദിഖായിയെ തോ ആപ്കി ലിപി ബഹുത് സുന്ദർ ദിഖ്തി ഹേ. നിങ്ങളുടെ പാസ്ബുക്ക് കണ്ടു ഞാൻ. പാസ്ബുക്ക് ദിഖായിയെ തോ ആപ്കി ലിപി, താങ്കൾ എഴുതുന്ന ലിപി ഉണ്ടല്ലോ, താങ്കളുടെ അക്ഷരം ബഹുത് സുന്ദർ ദിഖ്തി ഹേ, വളരെ നല്ലതാണ്, സുന്ദരമാണ്. और उसे नज़दीक से देखकर मैंने कुछ मन ही मन और जोर से कहा. അത് കുറച്ചുകൂടെ സമീപത്തേക്ക്, നസദീക്ക് സേ ദേക്ക, കുറച്ചുകൂടെ അടുത്തോട്ട് നോക്കിയിട്ട്, मैंने कुछ मन ही मन और जोर से कहा, ഞാൻ മനസ്സുകൊണ്ട് കുറച്ച് ഉറക്കെ തന്നെ പറഞ്ഞു, ബ്യൂട്ടിഫുൾ. ഉസ് ക്ലർക്ക് കാ ചെഹറ പ്രസന്നത സേ ഖിലുട. ആ ക്ലർക്കിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ബാങ്ക് കെ രൂക്കെ അങ്കടോം സെ, ബാങ്കിന്റെ ഈ തീഷ്ണമായ കണക്കുകളാൽ മാഥാപച്ചി കർത്തേ കർത്തേ, തല പുകയ്ക്കുന്ന ഉസ്കാ തമാം ദിൻ ബീത്ത ഹെ, തല പുകച്ചുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ ബാങ്കിലെ കഠിനമായ കണക്കുകളിലൂടെ തലപുകച്ചാണ് ഓരോ ദിവസവും അവരുടെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. കാം കെ ഉൻ നീരസ ഖണ്ഡോമേ, ജോലിയുടെ ഈ നീരസമായ അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടാത്ത ഈ വളരെ ബുദ്ധിമുട്ടേറിയ ഈ നിമിഷങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ, ഉസെ ആനന്ദ് കാ അനുഭവം നഹി ഹുവാദ, അവർക്ക് സന്തോഷത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകാറില്ലായിരുന്നു. കുച്ച് അഭിമാൻ സേ അവർ കുച്ച് വിനയ് സേ വഹ ധീരെ സേ ബോല, കുറച്ച് അഭിമാനത്തോടെയും വളരെ വിനയത്തോടു കൂടിയും വഹ ധീരെ സേ ബോല, അദ്ദേഹം പതുക്കെ പറഞ്ഞു, ജി ഹാ, അതെ, മാനേജർ സാഹബ് നെ ഭി ഇസ് ബാരെ മേ മേരി താരിഫ് കി ഹെ. മാനേജർ സാർ പോലും ഈ കാര്യത്തിൽ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ മേ മുझे ഹസ്തലിപി കെ ലിയെ പഹല പാരിതോഷിക ഭി മിലാത. ഹൈസ്കൂളിൽ എനിക്ക് കൈയക്ഷരത്തിന് 1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. കോയി ആശ്ചര്യ കി ബാത് നഹി, മൈനെ കഹ. ഓ, അതിൻ്റെ ഒരു ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ പറഞ്ഞു, കാരണം അത്രയ്ക്ക് നല്ല കൈയക്ഷരമാണ് താങ്കളുടേത്. ഉസ്കാ വഹ ആനന്ദ് സേ ഖിലാ ഹുവാ ചെഹറ അബ് ഭി മേരി ആങ്കോം കെ സാമനെ ഹെ. ഉസ്കാ, അദ്ദേഹത്തിന്റെ വഹ ആനന്ദ് സേ ഖിലാ ഹുവാ ചെഹറ, അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് വിടർന്ന ആ മുഖം, അബ് ഭി മേരി ആങ്കോം കെ സാമനെ ഹെ, ഇപ്പോഴും എൻ്റെ കണ്ണുകളുടെ മുന്നിലുണ്ട്. हो सकता है कि उस दिन शाम को उसने अपने दोस्तों में इस छोटी सी घटना का जिक्र किया हो. സാധിക്കുമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഉസ് ദിൻ, ആ ദിവസം, ഷാം കോ, വൈകുന്നേരം, ഉസ്നെ അപ്പനെ ദോസ്തോമേ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട്, ഇസ് ചോട്ടി സി ഘടന കാ ജിക്ർ കിയാ ഹോ, ഈ ചെറിയ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചേക്കും. യാ അപ്പനി പത്നി സേ എഹ് ബാത്ത് അഭിമാൻ കെ സാത്ത് കഹി ഹോ, ചിലപ്പോൾ ഭാര്യയോട് ഈ കാര്യങ്ങൾ അഭിമാനത്തോടു കൂടി പറയും. ഉസ്മേ ഏക്ക് ഗുണത, അദ്ദേഹത്തിൽ ഒരു ഗുണമുണ്ടായിരുന്നു. ഉസ്കി സച്ചേ മനസ്സേ ദാത് ദീഗി, അത് യഥാർത്ഥ മനസ്സോടുകൂടി ദാത് ദീഗിയെ പ്രശംസിച്ചു. ഇസ്ലിയെ വഹ് ഖുശ് ഹോ ഗയ, അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷവാനായി. ഷായദ്, ഒരുപക്ഷെ ദൂസരെ ക്ലർക്ക്, മറ്റൊരു ക്ലർക്ക്, ഉസ്കെ ഇസ് ഗുണക്കെ കാരൻ, അദ്ദേഹത്തിന്റെ ഈ ഒരു ഗുണം കാരണം, ഉസേ ജൽത്തേ ഹോ, അദ്ദേഹത്തോട് അസൂയായിരിക്കാം. അവർ ഉനോനെ കഭി പ്രശംസാക്ക ഏക് ശബ്ദ ഭി ന കഹാ ഹോ, ഒരിക്കലും അദ്ദേഹത്തെ പ്രശംസയുടെ ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടുണ്ടാകില്ല. ലേക്കിൻ ആജിത്തോ ഉസ്കെ ഗുണക്കി ഖദ്ർ കീ ഗയി, എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് തൻ്റെ ഗുണത്തിൻ്റെ, തൻ്റെ സവിശേഷതയുടെ ഒരു ആദരവ് ലഭിച്ചു.
അപ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഒരിക്കലും ഒന്ന് പ്രശംസിച്ചു കൂടി ഉണ്ടാകില്ല. അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് കാരണം അസൂയായിരിക്കാം. എന്നാൽ താനിത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് യഥാർത്ഥ ഒരു എന്ത് കിട്ടി? പ്രശംസ ലഭിച്ചു. അതിനുള്ള ഒരു പ്രശംസ, ആദരവ് അദ്ദേഹത്തിന് കിട്ടി. മുझे भी बड़ी प्रसन्नता हुई कि എനിക്കും വളരെയധികം സന്തോഷമുണ്ടായി. എന്താ? മൈ മുൻ थोड़े से शब्दों द्वारा, ഞാൻ വളരെ ചെറിയ വാക്കുകളിലൂടെ ഉസ് ക്ലർക്ക് കെ ജീവൻ മേ, ആ ക്ലർക്കിൻ്റെ ജീവിതത്തിൽ കിഞ്ചിത മാത്ര ഭി, വളരെ ചെറിയ ഒരളവിലാണെങ്കിൽ കൂടി ക്യോനഹോ സുഖത്തോ പഹുഞ്ച സക, എന്താ ഞാൻ സന്തോഷം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഉണ്ടോ? അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളിലൂടെ ആ ക്ലർക്കിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിൽ, ഒരു ചെറിയ അളവിലെങ്കിലും സന്തോഷം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇപ്പോൾ എന്താ, നമുക്ക് ചിലവില്ലാതെ, നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ പറ്റും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഘടനകളിലൂടെ, ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കവി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ഇൻസിഡൻറ്റിലൂടെ പരോപകാരം, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കി എങ്ങനെ നമുക്ക് സ്വയം സന്തോഷിക്കാൻ സാധിക്കുമെന്ന് കവി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പാഠം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ ഓരോ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. കണ്ടൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്നോ അതിൽ കൂടുതലോ തവണ നിങ്ങൾ വായിച്ച് കണ്ടൻറ്റ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ? അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ? അഗലി കക്ഷാ മേ ഹം ഫിർ മിലേംഗെ. ധന്യവാദ്.